എല്ലാവർക്കും അനുജ ബിജോയ് വ്ളോഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ അനുജയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പതിവില്ലാതെ കുക്കിങ്ങും ട്രാവലും ഒന്നുമല്ലാതെ ഒരു വണ്ടി കാണിക്കുന്നത് എന്നല്ലേ ആലോചിക്കുന്നത്. ഇന്ന് നമ്മളൊരു വണ്ടിയുടെ ഫീച്ചേഴ്സും ഒക്കെ കാണാൻ പോവുകയാണ്. അപ്പോൾ പോവാം വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ പോണ വണ്ടി. ഒരു സാധാരണക്കാരൻ്റെ വാഹനം എന്ന് പറയാൻ പറ്റുന്ന ആദ്യം ഒരാൾ പ്രിഫർ ചെയ്യുന്ന വണ്ടിയും കൂടെയാണ്. ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന മോഡലായ ഓൾട്ടോ 800. ഒരു സാധാരണക്കാരൻ ടൂ വീലർ മാറ്റി മറ്റൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിൽ വരുന്ന ഒരു പേരും കൂടെയാണ് ഈ ഒരു ഓൾട്ടോയുടേത്. അപ്പോൾ ഈ ഒരു ഓൾട്ടോ 800 ഇപ്പോൾ അടിമുടി മാറിയിട്ടുണ്ട്. അതിൻ്റെ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. BS6 എഞ്ചിനിൽ ഇറങ്ങിയ ഓൾട്ടോയുടെ വിശേഷങ്ങൾ. പുതിയ മോഡൽ വണ്ടിയിൽ എയർ ബാഗ്, അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. മുൻഭാഗത്തേക്ക് വരികയാണെങ്കിൽ പഴയതിൽ നിന്നും മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് ഡിസൈനിനും ഗ്രില്ലിലും ഒക്കെ ഹണികോം ഗ്രില്ലൊക്കെ ആയിട്ടാണ് വരുന്നത്. ഓൾട്ടോയിൽ ആകെ 3 വേരിയൻ്റ് ആണ് വരുന്നത്. LXi, VXi പ്ലസ്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് VXi ആണ്. നമുക്കിപ്പം പിറകുന്ന നോക്കുകയാണെങ്കിൽ ഇതൊരു LXi ആണോ VXi ആണോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അത് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 160 mm ആണ് വരുന്നത്. റിവേഴ്സ് സെൻസറൊക്കെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് മുതൽ തന്നെ വരുന്നുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അതിന് താഴെ തന്നെയാണ് ഈ ഒരു മാറ്റിൻ്റെ താഴെയാണ് നമുക്ക് സ്റ്റെപ്പിനി ടയറും വരുന്നത്. അങ്ങനെ ഒരു മാറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ ആവുന്നതിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ. ഇനി എൻജിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 796 cc പവറാണ്. അതേപോലെ 48 PS 6000 RPM ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ABS-CD ബ്രേക്കിംഗ് സിസ്റ്റവും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. BS4 നിന്നും BS6 എത്തി നിൽക്കുമ്പോൾ ലോ ബഡ്ജറ്റ് കാറായ ഓൾട്ടോ മെയിനായിട്ടും നമ്മളുടെ സേഫ്റ്റിക്കാണ് മുൻഗണന കൊടുക്കുന്നത്. ഇനി ഓൾട്ടോൻ്റെ ആക്സസറി ചെയ്യാനാണെങ്കിൽ ഫോഗ് ലൈറ്റും ബീഡിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും.
Fell straight on the plane. We were flying to the mountain, all across the ocean, and there we go again. Walking in the streets, lost a new heart, finding new bone. ഇതിൻ്റെ ഒരു ടേണിംഗ് റേഡിയസ് വരുന്നത് 4.6 മീറ്റർ ആണ്. അപ്പോൾ ചെറിയ തിരിവുകളൊക്കെ ഈസി ആയിരിക്കും. ഫ്രണ്ട് ഗ്രില്ലിൽ വരുന്ന ആ ഒരു ഹണി കോംബ് ഡിസൈനും അതേപോലെ തന്നെ ഫോഗ് ലൈറ്റിൻ്റെ അടുത്തുള്ള ആ ഒരു സിൽവർ ഒരു ഇതും നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. ഇനി ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്ന മുന്നിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വെക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട്. അതേപോലെ തന്നെ VXiയിൽ സ്റ്റീരിയോ ഒക്കെ വരുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണ്. വണ്ടീൻ്റെ ഓണറോട് തന്നെ ഓടിച്ചൊരു നമുക്ക് എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചു നോക്കാം. ഇത് ഞാൻ ഒരു മാസം മുന്നേ ഇറക്കിയ വണ്ടിയാണ്. BS6 CNGയിലാണ് ഈ വണ്ടി വന്നത്. ഇപ്പോൾ നമ്മളെ റെഗുലേറ്ററിൻ്റെ ഭാഗമായിട്ട് കുറേ നോംസൊക്കെ മീറ്റ് ചെയ്തിട്ട് വന്ന വണ്ടിയാണ്. ഒരു ഓൾട്ടോ എന്നുള്ളതിനെക്കാട്ട് ഉപരി ഒരു സെലോറിയോൻ്റെ ഒക്കെ ഒരു ഫീച്ചേഴ്സിലേക്കാണ് വണ്ടി വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വണ്ടീൻ്റെ ഒരുപാട് ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. അത് ഇന്ത്യയിലും വന്നിരുന്നു, എക്സ്റ്റീരിയറിലും വന്നിരുന്നു, എൻജിൻ വൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോയൊക്കെ നമ്മളൊരു 2 എയർ ബാഗ് അല്ലെങ്കിൽ ABS EBD പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. പക്ഷേ ഈ വണ്ടിയിൽ ഇപ്പോൾ 2 എയർ ബാഗ് ഉണ്ട്, ABS ഉണ്ട്, EBD ഉണ്ട്, പിന്നെ റിവേഴ്സ് സെൻസർ ഉണ്ട്. പിന്നെ അത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റീരിയോ വരുന്നത് വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ്. അപ്പം സ്റ്റീരിയോ ഓഫിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടും നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയിട്ട് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ റിവേഴ്സ് സെൻസർ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നതാണ്. അതെല്ലാം നമ്മളൊരു ഭാഗമായിട്ട് വന്നതാണ്. ABSഉം EBDയും എയർ ബാഗും 2 എയർ ബാഗും വരുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എല്ലാം നമ്മുടെ റെഗുലേഷൻസിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ ഉള്ളിൽ ഡോൾട്ടോളാണ് ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ കംഫർട്ടാണ്. ഇപ്പോൾ സീറ്റാണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലൊക്കെ കംഫർട്ടാണ് വണ്ടി. എനിക്ക് ഓടിക്കാനും ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടി. പിന്നെ എല്ലാവരും പറയുന്നത് ഓൾട്ടോ AC ഇട്ട് കഴിഞ്ഞാൽ ഒന്നൊരു പിടുത്തം വീഴുന്നുള്ളത് ശരിയുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് സിംഗിളായിട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രണ്ടിൽ മാത്രം ആളിരുന്ന് പോകുന്ന സമയത്ത് അങ്ങനെ തോന്നിയിട്ടില്ല. ഒന്നാമത് കാരണം അതിൻ്റെയൊക്കെ ഒരു പവറൊക്കെ ഒന്ന് മാറിയുണ്ട്, ഇച്ചിരി ഒരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ എല്ലാം കൊണ്ടും വണ്ടി കംഫർട്ടാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 100-500 കിലോമീറ്റർ വണ്ടി ഓടിയുള്ളൂ, എന്നാലും വണ്ടി എനിക്ക് കംഫർട്ടാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം. ഓണറിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇനി ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിലായിട്ട് വരുന്നത്. ഇത് പഴയ കേട്ടൻ എന്ന് പറയുന്ന മോഡലിൽ ഉണ്ടായിരുന്ന ഡാഷ്ബോർഡ് ഇതിൻ്റെ അകത്തേക്ക് റീപ്ലേസ് ചെയ്ത് വെച്ചാണ്. ഇപ്പം ഓട്ടോയിലൊക്കെ ഡുവൽ ടോൺ ഇൻറ്റീരിയറിൽ വരിക എന്നുള്ളത് നമുക്ക് ചിന്തിച്ചിരുന്നൊരു കാര്യമല്ല. പക്ഷേ ഇതിലിപ്പോൾ മുകളിൽ ബ്ലാക്ക്, താഴെ ബീജാണ് വരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന സ്റ്റീരിയോ വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ്. പിന്നെ AC-ൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനൊക്കെ. പിന്നെ ഇതാണ് ഇവിടെ ഒരു പവർ സോക്കറ്റ് വരുന്നുണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡർ, ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ പവർ വിൻഡോ ഫ്രണ്ടിൽ മാത്രമേ, അത് ഫുൾ ഓപ്ഷനിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷെ അത് ശരിക്കും ബാക്കിലേക്ക് ആക്കാമായിരുന്നു ഫുൾ ഓപ്ഷനൊക്കെ വരുമ്പോൾ. മൊബൈൽ സ്റ്റാൻഡ് വെക്കാൻ ഒരു കുഞ്ഞൊരു ഹോൾഡർ ഉണ്ട്. ഇതിൽ നമുക്ക് സ്മാർട്ട് ഡോക്ക് എന്ന് പറഞ്ഞ കണ്ടൊരു സംഭവം ചെയ്യാനുണ്ട്. നമ്മളെ മൊബൈലിൽ സ്മാർട്ട് ഡോക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൊബൈൽ സ്റ്റാൻഡ് വാങ്ങി ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീനെ നമുക്ക് ടച്ച് സ്ക്രീനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇതാണ് 2ാമത്തെ എയർ ബാഗ് വരുന്നത്. പിന്നെ സ്റ്റെയറിങ്ങിൻ്റെ മുകളിലാണ് ഫസ്റ്റ് എയർ ബാഗ് വരുന്നത്. പിന്നെ പണ്ടുണ്ടായിരുന്ന ഫസ്റ്റ് ഇറങ്ങിയ മോഡലിലുണ്ടായിരുന്ന ആ സ്റ്റിയറിംഗ് ആണ് ഇതിലേക്കും വന്നിരിക്കുന്നത്. ഈ ഒരു സിൽവർ ഇൻസേർട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ ഇവിടെ ഒരു സിൽവർ ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ വരുന്ന നല്ലൊരു സ്പേസസ് ആണ് ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ. നമുക്ക് ഐഡിയൽസൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ AC വെൻ്റ് ആണെങ്കിലും കുറച്ചുകൂടെ ഒരു ഭംഗിയുണ്ട് കാണാൻ. ഒരു സിൽവർ ഇൻസേർട്ടൊക്കെ വെച്ച് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. AC-യും കുറച്ച് മോശമില്ലാത്തൊരു AC തന്നെയാണ്. കാരണം ഞങ്ങളിപ്പോൾ ഇത്രയും ദൂരം ഓടിയിലൊക്കെ AC തന്നെ പെട്ടെന്ന് തണുക്കുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ സീറ്റ് വരുന്നത് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സീറ്റൊക്കെ വരുന്നത്. ഇനി ഡോർ പാഡിലേക്ക് വരികയാണെങ്കിൽ അതും ഒരു ഡുവൽ ടോണിലാണ് വരുന്നത്. ഡാഷ്ബോർഡിൻ്റെ അതേ കോമ്പിനേഷനിലാണ് ഈ ഒരു ഇതും വരുന്നത്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിയർ വ്യൂ മിററാണുള്ളത്, നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള. പിന്നെ സീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷോൾഡർ സപ്പോർട്ടും അതേപോലെ തന്നെ ബാക്ക് സപ്പോർട്ടും ചെയ്യുന്ന സീറ്റിംഗ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി കാറിൻ്റെ ഉള്ളിലെ സ്പേസ് നോക്കുകയാണെങ്കിൽ അത് ബൂട്ട് സ്പേസ് ആയാലും ലെഗ് സ്പേസ് ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്. ഈ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഷിഫ്റ്റ് ആയിട്ടോ മറ്റു വണ്ടികളുമായിട്ടോ കമ്പയർ ചെയ്യാൻ പാടില്ല. ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടിയുമായിട്ട് നോക്കുമ്പോൾ ഇത് നല്ല സ്പേഷ്യസ് ആണ്. ഡോർ പാഡിൽ തന്നെ നമുക്ക് ഫയലോ അല്ലെങ്കിൽ പേപ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ളൊരു ഇതും കൂടെ ഉണ്ട്. പിന്നെ ഈ ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതും ഈ ഒരു മാരുതി ഓൾട്ടോൻ്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ വന്നതിലുള്ളത്. നമ്മൾ ഈ ഒരു സീറ്റ് ബെൽറ്റ് ഇടുന്നവരെ ആ ഒരു സൗണ്ട് ഉണ്ടാവും. ഡ്രൈവർ സീറ്റ് കൂടാതെ നമ്മൾ മുന്നിൽ ഇരിക്കുന്ന ആളും സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഓൾട്ടോ ശരിക്കും പുതിയ വേർഷൻ വന്നത് സേഫ്റ്റിക്കാണ്. അതായത് സാധാരണക്കാരുടെ വണ്ടിയായിട്ടുള്ള ഈ ഒരു സേഫ്റ്റിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ഇനി പുതിയൊരു യാത്രയുമായിട്ട് കാണാം. ബൈ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു മനോഹരമായ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ വീഡിയോകൾ കണ്ടു നോക്കൂ.